തിരുവനന്തപുരത്തെ 2 വയസ്സുകാരിയുടെ തിരോധാനത്തിൽ CCTVയിലുള്ളത് കുട്ടിയുടെ ദൃശ്യമല്ലെന്ന് പോലീസ്. സ്ത്രീ നടന്നുപോകുന്ന ദൃശ്യത്തിലുള്ളത് കുട്ടിയല്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും DCP നിതിൻ രാജ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, നേരത്തെ രേഖാചിത്രം തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ CCTVയിൽ പതിഞ്ഞ ദൃശ്യം കുഞ്ഞിൻ്റേതല്ലെന്നാണ് DCP തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ദുരൂഹത സംബന്ധിച്ച് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? കുട്ടിയെ കാണാതായ സംഭവത്തിൽ പോലീസ് സമഗ്രമായി തന്നെ അന്വേഷിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് കുട്ടിയെ കണ്ടുകിട്ടിയ കൊച്ചുവേലിക്ക് സമീപമുള്ള ഓടയിൽ നിന്നും ഫോറൻസിക് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പക്ഷെ ഇന്നലെ 5:15 കൂടി പോലീസിന് കിട്ടിയ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന രൂപം അല്ലെങ്കിൽ അത് കുട്ടിയെ കൊണ്ടുപോകുന്നതല്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ കുട്ടിയെ കണ്ടുകിട്ടിയ ഓടയുടെ ഭാഗത്തുനിന്ന് അറപ്പുര റെസിഡൻസ് കോളനിയുടെ ഭാഗത്തു നിന്നും ആ റെസിഡൻസ് കോളനിയിലെ ഒരു കെട്ടിടത്തിൽ നിന്നും CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ കുട്ടിയും കുടുംബവും ദിവസവും കുളിക്കാൻ വരുന്നൊരു പ്രദേശമാണ് ഈ കുട്ടിയെ കണ്ടുകിട്ടിയ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിലാണ് കുട്ടിയും കുടുംബവും കുളിക്കാനായി എത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ കുട്ടി എഴുന്നേറ്റ് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. കുട്ടി വീണ് കിടന്ന ഓടയിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കുട്ടി അങ്ങനെയാണോ അവിടെ എത്തിയത്, അല്ലെങ്കിൽ ആ സാധ്യത തള്ളിക്കളയാനായി ഇനി ആരെങ്കിലും കുട്ടിയെ കൊണ്ട് കിടത്തിയതാണോ തുടങ്ങിയ രീതിയിലും അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. എന്തായാലും 2 വയസ്സായ കുട്ടി എന്തായാലും അവിടെ നടന്നെത്തുന്നില്ല, അല്ലെങ്കിൽ അവിടെ നടന്നെത്തില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. നിലവിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന രംഗങ്ങളല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മഞ്ഞ സ്കൂട്ടറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ സ്കൂട്ടറിലാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്ന മുതിർന്ന കുട്ടി മൊഴി കൊടുത്തത്. അപ്പോൾ അതുമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരും. നിലവിൽ ലഭിച്ച ഫോറൻസിക് വിവരങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ അപര്യാപ്തമാണ്. കാരണം അവിടെ ഈ മേഖല എന്ന് പറയുന്ന വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നൊരു പ്രദേശമാണ്. അപ്പോൾ അവിടുന്ന് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക എന്ന് പറയുന്നതിന് പരിമിതിയുണ്ട്. എന്നാലും നിലവിൽ പക്കലുള്ള ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുട്ടിയുടെ കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം കുട്ടിയുമായി കൂടുതൽ നേരം സംസാരിച്ചതിന് ശേഷം കൂടുതൽ തെളിവുകൾ കണ്ടെത്തും. മുതിർന്ന കുട്ടിയുമായും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അച്ഛനും അമ്മയും ഇനിയും ചോദ്യം ചെയ്യും. തുടങ്ങിയ വിവരങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ഏതായാലും ദുരൂഹത മറന്നേക്ക് പുറത്തു കൊണ്ടുവരാനുള്ള നീക്കമാണ്, ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.